ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. വെള്ളിയാഴ്ച എല്ലാവർക്കും സ്പെഷ്യലാകുന്ന പോലെ നമുക്കും സ്പെഷ്യൽ തന്നെയാണ്. ഫുഡിലും ചെറുതായിട്ടൊക്കെ സ്പെഷ്യലാക്കാൻ നോക്കലുണ്ട്. ഇന്നിപ്പോൾ അനിയൻ പറഞ്ഞതായിരുന്നു ബീഫ് വരട്ടും അതേപോലെ മോരുകറിയൊക്കെ ആക്കാന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്യോണ്ടു. രാവിലെ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാക്കുയെ കാണിച്ചു തരുന്നത് ആ കറിയിൽ കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാക്കും അവിടെ പോയി എടുക്കാനുള്ള മടി കൊണ്ട് തന്നെ ഉപ്പില്ലാതെ എന്നാൽ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഇസു ആദ്യമൊക്കെ ഫുഡ് കഴിക്കാൻ വാശി പിടിച്ചെങ്കിലും പിന്നെ മുടി കട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഓൻ്റെ മുടി കുറച്ച് അധികം തന്നെ വളർന്നിക്കണ്. കുറച്ച് കഴിക്കണ് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കണേ. ഇപ്പം അടുത്തിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അത് റെഡിയാക്കണത്. ഇസും കാക്കും വരുമ്പോഴൊക്കെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ആക്കുകയാണ്. ബീഫ് കട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ്, എന്നാലും കുറച്ച് വലിയ പീസുള്ളതൊക്കെ ചെറുതാക്കിയിട്ട് നല്ലോണം കേകിയെടുക്കുന്നുണ്ട്. നല്ലോണം കേകിയിട്ട് എടുത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറിക്കോട്ടെ, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഉണ്ടാക്കിയാൽ വെള്ളത്തിൽ നിന്ന് നല്ലോണം ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ടൈം തന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും. ചോറിനുള്ള വെള്ളം വെച്ചേക്കിനും മോരുകറിക്കുള്ളതാണ് റെഡിയാക്കാൻ നിൽക്കുന്നത്. എല്ലാവരും വെക്കുന്ന പോലെ ഒരു നോർമൽ മോരുകറി തന്നെയാണ്. തേങ്ങയ്ക്ക് 3-4 വെളുത്തുള്ളി, അതേപോലെ ചെറുള്ളിയും പിന്നെ ചെറിയ ജീരകവും ഒക്കെ ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചോറൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറിക്കുള്ളത് ശരിയാക്കിയാൽ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഊറ്റൽ. അപ്പോൾ പിന്നെ നമ്മൾ പാകമായിട്ടേക്കാരം വെന്ത് കിട്ടുക. പിന്നെ കറിക്ക് ഞാൻ പുളിവെള്ളം, അതേപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് അധികം തന്നെ കരിവേപ്പില കൂടി ഇടുന്നുണ്ട്. തണ്ടോടുകൂടിയുള്ള കരിവേപ്പിലയാണ് അധികം ഇടൽ. ഇതിപ്പോൾ സാധാ കരിവേപ്പിൻ്റെ ഇല അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയപ്പം അതാണ് ഇടണത്. എൻ്റെ ഇപ്പോൾ കരിവേപ്പിൻ്റെ ഇലയൊക്കെ കഴിഞ്ഞിരിക്കണ്. ഞങ്ങളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ഇതുണ്ടാവാത്ത ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരും, അല്ലെങ്കിൽ കടയിൽ നിന്ന് കൊണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കാട്ടൽ. ഇതിപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇല്ലയെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അടുത്ത വീട്ടിൽ താത്ത കുറച്ച് അധികം തന്നെ തന്നതാണ്. മോരുകറിക്കുള്ളത് കുറച്ച് അധികം നേരം തന്നെ വേവിച്ചെടുക്കണം. കാരണം മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ സിമ്മിലിട്ട് കണ്ട് അങ്ങനെ നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആക്കുന്നത് ബീഫ് വരട്ടിക്കുള്ളതാണ്. കാക്കൂന് ബീഫ് തന്നെ പൊതുവെ വലിയ ഇഷ്ടമൊന്നുമില്ല. കഴിക്കുകയൊക്കെ ചെയ്യും നല്ലോണം വെന്താലൊക്കെ, എന്നാലും കൂടുതൽ ഇഷ്ടം ചിക്കനൊക്കെയാണ്. അപ്പോൾ പിന്നെ നല്ലോണം ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെയും ആ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചോളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു വല്ലുള്ളിയും തക്കാളിയും അതേപോലെ വെളുത്തുള്ളിയും ചെറുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ബീഫ് വരട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേറെ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയായാലും അടുപ്പ് കത്തിച്ചാൽ അത് കത്തിക്കിട്ടൂല. അന്ന് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും എടുക്കാൻ കഴിയൂല. അതും അങ്ങനെ നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ കുക്കറിൽ ആക്കിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ എല്ലാ പേസ്റ്റും ഇട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇടുന്നുണ്ട്. എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കാണാനുള്ള ലുക്ക് ഭയങ്കര മെയിൻ തന്നെയാണ്. പിന്നെ അതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടി കൂടിയാണ്. എന്നിട്ട് പിന്നെ ബീഫും അതേപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കർ വെച്ചിട്ട് കുറച്ച് അധികം ടൈം തന്നെ വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാക്കു കഴിക്കൂല എന്നുള്ളതുകൊണ്ട് തന്നെ നല്ലോണം വെന്താൽ കുറച്ചൊക്കെ കഴിക്കും. പിന്നെ ഇത് മോരുകറിക്കുള്ളത് അപ്പോൾക്ക് റെഡി ആയിക്കാണ്. മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ മാറിയൊക്കെ ചെയ്തു. അപ്പോൾ എന്നാൽ തേങ്ങയൊക്കെ അരച്ചത് അതിലേക്ക് പാരുകയാണ് ചെയ്യണത്. അതേപോലെ കുറച്ച് അധികം വെള്ളം കൂടിയും പാരുന്നുണ്ട്. ഞാനിപ്പോൾ പാർന്ന വെള്ളം കുറച്ച് കൂടിപ്പോയി. ഈ പാത്രത്തിൽ കൊള്ളിനേക്കാളും വെള്ളം പാർന്നുകൊണ്ട് തന്നെ അത് കുറച്ച് ചിന്തിപ്പോവുകയൊക്കെ ചെയ്തു. ഞാൻ ആദ്യം പൊടി കലക്കി പാരുന്നത് ഞാൻ വിട്ടുപോയിരുന്നു. അങ്ങനെയാണ് ഇത്ര വെള്ളം പാർന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തുകൊണ്ട് കലക്കി പാരി ചെയ്യുന്നത്. അരിപ്പൊടി ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പത്ത് അരച്ച് വെച്ച പൊടിയുള്ളതുകൊണ്ട് തന്നെ അതെടുത്തുകൊണ്ട് അങ്ങനെ പാർന്നു. എന്നിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അരിപ്പൊടി കലക്കി പാരുമ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ടൈം നല്ലോണം മിക്സ് ആക്കണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കും.
അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമൊന്ന് മിക്സാക്കാൻ നോക്കണം. പിന്നെ അത് തിളച്ചാൽ തന്നെ ഓഫാക്കാം. ഇതിപ്പോൾ എൻ്റെത് തിളച്ചതാ ചിന്തി പോവുകയാണ് ചെയ്തത്. കുറച്ച് അതിൽ ഏറിപ്പോയോണ്ട് തന്നെ കറിയായിട്ട് പിന്നെ കുറച്ച് കടുകും അതേപോലെ കരിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് തൂമിച്ചുകൊണ്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഇസു വന്നിങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോനോട് കുളിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുട്ടായിക്ക് കഴിക്കാൻ നിൽക്കുകയാണ്. കിട്ടിയില്ല 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 കിട്ടിയില്ല. ഇസോന് കിൻഡർ ജോയിൻ്റെ ഒപ്പം കിട്ടിയ ഗിഫ്റ്റ് ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നതാണ്. അതിൻ്റെ പേരിൽ ഉട്ടാപ്പിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ചിന്ത ഈസൊറ്റ കുടിച്ചാൽ ഇസോന് രാവിലെ തന്നെ മരുന്ന് കൊടുക്കാൻ വിട്ടുപോയി. പിന്നെ അപ്പോൾ ഞാൻ വേഗം കൊടുത്തു. അപ്പോഴേക്കിതാ കുക്കറൊക്കെ ഓഫാക്കാനിരിക്കണ്. അത് ഓഫാക്കി അതേപോലെ കിച്ചണൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തുകണ്. ഇസു ആപ്പാൻ്റെ കൂടെ പുറത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാൽ പെട്ടെന്ന് തന്നെ ക്ലീനിങ് കഴിച്ചാൽ അത് സുഖയിക്കാരെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അതാക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇസു അകത്ത് വന്നാൽ തുടക്കണീൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നാക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൂമിക്കലൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ബീഫൊക്കെ ഉള്ളതൊക്കെ. ബീഫൊക്കെ ഉള്ളത് തൂമിച്ചെടുക്കുകയാണ്. ചെറിയുള്ളി ഇട്ടുകൊണ്ടാണ് തൂമിച്ചെടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ചെറുള്ളി അതേപോലെ കരിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മളെ കുക്കറത്തെ ബീഫ് മുഴുവനായിട്ട് ഇടുകയാണ്. അതിൻ്റെ ഇടയിൽ ചൂട് നല്ലോണം സഹിക്കാൻ കഴിയിട്ടാണ് ഞാനതൊന്ന് മാറ്റിയിട്ട് രണ്ടാമത് ആക്കാൻ നിന്നത്. നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീഫ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ട കുരുമുളക് പൊടി എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടിയാണ് ഇടുന്നത്. വെള്ളമൊക്കെ പാകമായതുകൊണ്ട് തന്നെ അധിക ടൈമൊന്നും വേവിച്ച് വറ്റിച്ചെടുക്കണമൊന്നുമില്ല. ഈ മല്ലിയില കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഓഫാക്കാണ്. കുറച്ച് അധികം അയക്കണ ബീഫ് വരട്ടും അതേപോലെ മുരുകറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് മുമ്പൊക്കെ ഞാനൊക്കെ ചെറുതിലെ എന്നും വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ ബീഫ് വരട്ടും മുരുകറി നീക്കാനും. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, എല്ലാത്തിലും കുറേ മാറ്റവും കാര്യങ്ങളൊക്കെ വന്ന്. ഇതിപ്പോൾ റെഡിക്ക് അളക്കാൻ കഴിയാത്തോല് അളക്കണ പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഫോണായതുകൊണ്ടാണ്. ഞാൻ മര്യാദക്കൊന്ന് ഇളക്കിയാൽ അത് ചാടും എന്നുള്ള പേടി കൂടിയുണ്ട്. അപ്പോഴേക്കിത് ചോറും ഊറ്റാനുള്ള ടൈമായി. ഞാൻ പെട്ടെന്ന് തന്നെ ചോറും ഊറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാനും ഇസൊക്കെ പെട്ടെന്ന് കുളിക്കാൻ നിന്നു. ഇസുവിനെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് വന്നപ്പോൾക്ക് ഇസു ഉറങ്ങിക്കണ്. എല്ലാവരും ജുമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾക്ക് ഇസു എണീറ്റും ചെയ്തു. പിന്നെ ഒരുമിച്ചിരുന്നിട്ട് വേഗം ഫുഡ് കഴിക്കാൻ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.